ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് അൺട്രേഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ് കുറേ ആൾക്കാർ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നമുക്കിവിടെ 6ഓളം ബെനിഫിറ്റുകളാണ് ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് ഇൻകം, രണ്ട് ജനറേഷൻ ഇൻകം, അടുത്തത് ട്രേഡിംഗ് പ്രോഫിറ്റ് ഇൻകം, ദെൻ റാങ്ക് റിവാർഡ് ഇൻകം, റോയൽറ്റി ഇൻകം, കോമ്പൗണ്ട് പ്രോഫിറ്റ് ഇൻകം. ഇങ്ങനെയാണ് നമുക്ക് ഇൻകങ്ങൾ ജനറേറ്റ് ആവുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരാൾ $150 കൊടുത്ത് നമ്മുടെ ഡയറക്റ്റിലേക്ക് ഒരു ബോട്ടിനെ പർച്ചേസ് ചെയ്യുന്നു വിചാരിക്കുക. അതായത് നമ്മുടെ തൊട്ട് താഴെ ഒരാൾ ഡയറക്റ്റായിട്ട് റെഫറൽ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ബോട്ട് പർച്ചേസ് ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ നമുക്ക് $30 നമുക്ക് ഫസ്റ്റ് റെഫറൽ ഇൻകമായിട്ട് കിട്ടും. അത് നിങ്ങൾ ഒരു റാങ്കും അച്ചീവ് ചെയ്യാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളുടെ അണ്ടറിൽ ഒരാളിനെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റിവാർഡാണ് $30. അത് നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് ആ ഒരു ബെനിഫിറ്റ് ഏൺ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ജനറേഷൻ ഇൻകം എന്തെന്നുള്ളതാണ്. ആദ്യം നമ്മൾ ID എൻട്രി ചെയ്ത് നമ്മുടെ അണ്ടറിൽ ഒരാൾ വരുമ്പോൾ നമ്മൾ ആദ്യത്തെ ലെവലിൽ അച്ചീവ് ആവുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് $30 കിട്ടുന്നു. ഈ $30 നമ്മൾ ഡയറക്റ്റ് എത്ര പേരെ കൊണ്ടുവന്നാലും കിട്ടും. അതുപോലെ തന്നെ രണ്ടാമത്തെ റാങ്കായ സഫയർ റാങ്കിലേക്ക് നമ്മൾ എൻട്രി ആയി കഴിഞ്ഞാൽ അതിൻ്റെ ക്രൈറ്റീരിയ വരുന്നത് ഡയറക്റ്റ് 2 പേരും ടീം വോളിയം 20 ആൾക്കാരും വേണം. 20 ആൾക്കാരും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സഫയർ എന്ന റാങ്ക് അച്ചീവായി. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അത് അച്ചീവായി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഓരോരുത്തരെയും കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് $40 ആണ്. അതുപോലെ ബാക്കി റാങ്കുകൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് $45, $50, $55, 60, 65, 70, 75, 80 അങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അത് ഡയറക്റ്റ് റെഫറലാണ്. ഇൻ കേസ് നമ്മുടെ അണ്ടറിൽ ഒരാൾ ജോയിൻ ചെയ്തു, അവർ ഒരു റാങ്കും അച്ചീവ് ചെയ്യാതെ അവർ ഡയറക്റ്റ് ഒരാളെ കൊണ്ടുവന്നാൽ അവർക്ക് $30 കിട്ടും. പക്ഷേ നമുക്കവിടെ അയാളുടെ ബാലൻസ് എമൗണ്ട് ആയിട്ടുള്ള $45 നിന്നും ബാലൻസ് എമൗണ്ട് നമുക്ക് നമ്മുടെ ID വരും. മനസ്സിലായല്ലോ. അടുത്തതായി നമുക്ക് കിട്ടുന്ന ഒരു ഇൻകമാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ഇൻകം എന്ന് പറയുന്നത്. എന്താണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ഇൻകം എന്നതാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ ബോട്ട് പർച്ചേസ് ചെയ്ത് ഒരാൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 70% അദ്ദേഹത്തിനും 30% കമ്പനിക്കുമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ കമ്പനിക്ക് കിട്ടുന്ന 30%-ൽ നിന്നും അതിൻ്റെ 50% 20 ലെവലുകളിലേക്ക് കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ഇൻകം. അതായത് ഓരോ ട്രേഡും കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അണ്ടറിൽ 20 ലെവലിൽ നിന്നും എത്ര പേര് ജോയിൻ ചെയ്താലും അതിൻ്റെ നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് ഇൻകം നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാക്കാം. അതായത് നിങ്ങളുടെ 20 ലെവലിൽ 100 പേരായാലും 1000 പേരായാലും 10,000 പേരായാലും ഇവരുടെ എല്ലാം ഒരു റേഷ്യോ നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് ലഭിക്കുന്നു. ട്രേഡ് എപ്പോഴാണോ ക്ലോസ് ആവുന്നത് അപ്പോഴും മുതൽ അത് അവർ മാനുവലി ക്ലോസ് ചെയ്താൽ പോലും ആ സ്പോട്ടിൽ നിങ്ങൾക്കത് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അതായത് ലെവൽ 1-ൽ നിന്നും 20% അതായത് നിങ്ങളുടെ അണ്ടറിൽ എത്ര ആൾക്കാരുണ്ടെങ്കിലും ലെവൽ 1-ൽ നിന്നും 20% കിട്ടുന്നു. ലെവൽ 2-ൽ നിന്നും 10%, 3-ൽ 7%, 4-ൽ 7%, 5-ൽ 6%, 6-ാമത്തെ ലെവൽ മുതൽ നമുക്ക് 15-ാമത്തെ ലെവൽ വരെ 2%, 16 മുതൽ 20% വരെ 20 ലെവൽ വരെ 6% ഇൻകമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്. ഇതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ബ്യൂട്ടി. ഇനി അടുത്ത് നമുക്കൊരു കിട്ടുന്ന ഇൻകമാണ് റിവാർഡ് ഇൻകം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യത്തെ ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡയറക്റ്റ് റെഫറൽ 2 പേരും നമ്മുടെ ടീമിൽ 20 പേരും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ റിവാർഡ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ $300 ആണ്. സഫയർ എന്ന് പറഞ്ഞ റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് $300 ആണ്. ഇനി അടുത്ത നെക്സ്റ്റ് നമുക്ക് ഇത് എത്ര വരെ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. നെക്സ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് റൂബി റാങ്ക് ആണ്. റൂബി റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് $850 അറ്റ് സ്പോട്ടിൽ നമുക്ക് നമ്മുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. ഡയറക്റ്റ് 4 പേരും ടീമിൽ 75 പേരും ഉണ്ടായിരിക്കണം. കൂടാതെ നമ്മുടെ ഡയറക്റ്റിലുള്ള ഏതെങ്കിലും 2 പേര് സഫയർ റാങ്ക് അച്ചീവ് ചെയ്തിരിക്കണം. ഇതാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ. അപ്പോൾ റൂബി റാങ്ക് കഴിഞ്ഞാൽ പിന്നെ തോപ്പാസ് റാങ്ക് ആണ്. അതിനകത്ത് നമുക്ക് $3000 നെക്സ്റ്റ് റാങ്കിലേക്ക് നമുക്ക് $9000. അതിൻ്റെ എല്ലാം ക്രൈറ്റീരിയ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ $25,000. അത് കഴിഞ്ഞ് $85,000. അടുത്ത റാങ്ക് നമുക്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 1,60,000. അതുപോലെ തന്നെ നെക്സ്റ്റ് റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ $3,20,000.
നെക്സ്റ്റ് റാങ്ക് ആണെങ്കിൽ $6,50,000. ഇത്രയുമാണ് നമുക്ക് റിവാർഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇത്രയും റാങ്കുകൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഹ്യൂജ് എമൗണ്ടാണ് നമുക്ക് ഇതിലേക്ക് വരുന്നത്. അടുത്തതായി നമുക്ക് ലഭിക്കാൻ പോകുന്നത് റോയൽറ്റി ഇൻകമാണ്. അപ്പോൾ റോയൽറ്റി ഇൻകം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവ് ഓഫ് 7 to 10 റാങ്ക് റിസീവ് റോയൽറ്റി അതാണ്. അപ്പോൾ നമ്മൾ 7 മുതൽ 10 റാങ്ക് വരെ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4% മുതൽ, അതായത് 1% മുതൽ 4% വരെ റോയൽറ്റിയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻകത്തിൻ്റെ ഡീറ്റെയിൽ. ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ട്രേഡിങ് നല്ല ആക്യുറസിയിലാണ് പോകുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ട്രേഡറിനെ കൊണ്ട് കാണിച്ചു കൊണ്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ 3x ഏകദേശം 1045% ഇതിലേക്ക് ഇപ്പോൾ ജനറേറ്റ് ചെയ്ത് മുന്നേറുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക.